എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. കാരണം ഇന്ന് ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ്. ഇതൊരു സൺഡേ ആണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ലുലു വരെ ഒന്ന് പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു. ഒത്തിരി ഒന്നുമില്ല, എനിക്ക് ഇപ്രാവശ്യം അധികം സംഗതികളൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ല ആക്ച്വലി. എന്നാലും കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. കാരണം പിന്നെ അതിനകത്ത് കയറുന്ന ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് നേരം നടക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ലുലുവിലൊന്ന് പോയി ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ട് വരും. ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ ഞങ്ങൾ സാധാരണ കയറാറുള്ളൂ ലുലുവിൽ പോകുമ്പം. പിന്നെ അങ്ങനെ മുകളിലോട്ടൊന്നും ഫുഡ് കോർട്ടിൽ അങ്ങനെയൊന്നും പോകാറേ ഇല്ല. ചിലപ്പം ഫുഡ് വാങ്ങിച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നമ്മുടെ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കും. പക്ഷേ ഇപ്പം ഞങ്ങളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം അധികം ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ബ്ലോക്കൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവസാനം ലുലു എത്തി. അപ്പം ലുലു എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും തിരക്കുണ്ട്. ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ സൺഡേയ്സിൽ മിക്കവാറും ഞങ്ങൾ സാറ്റർഡേയ്സിലാണ് പോകുന്നത്. കാരണം സൺഡേ ഒരുമാതിരി നല്ല തിരക്കായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇത്തവണ സൺഡേ ആണ് സമയം കിട്ടിയത്. അപ്പോൾ ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം ഒരുമാതിരി തിരക്കൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം അവിടെ ഞങ്ങൾ മുകളിലോട്ടൊന്നും കയറാനേ ശ്രമിച്ചു. പിന്നെ ട്രെൻഡ്സിൽ എനിക്കൊന്ന് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നെ വിചാരിച്ച് വേണ്ടാന്ന്. അപ്പോൾ ഞങ്ങൾ ഇതിനകത്തൊക്കെ കയറി. ഇപ്പോൾ എന്തൊക്കെയോ എൻഡ് ഓഫ് സീസൺ സെയിൽ, എൻഡ് ഓഫ് ഇയർ സെയിൽ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഓഫറിലൊക്കെ സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങാനൊന്നും ഒന്നാമത് ആക്ച്വലി ഇല്ലായിരുന്നു വാങ്ങാനൊന്നും. പിന്നെ അതുപോലെ തന്നെ വാങ്ങാനും തോന്നിയില്ല. പിന്നെ നമ്മൾ ഈ ആവശ്യമില്ലാതൊക്കെ കൊണ്ട് വാങ്ങിച്ച് വെച്ചിട്ട് ഞങ്ങൾക്ക് വെക്കാനും സ്ഥലമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാത്രം ചീത്തയാവുമ്പോഴൊക്കെ ഞാൻ വാങ്ങത്തുള്ളൂ. ഇത് ഞാൻ വാങ്ങിച്ചു, ഈ ഒരു കരണ്ടിസ. കാരണം അത് ഏകദേശമൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഇതൊക്കെ നടന്നിങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്, ചട്ടി വന്നിട്ടുണ്ട് ലുലുവിൽ. ഞാൻ നേരത്തെ കണ്ടിട്ടേ ഇല്ല ലുലുവിൽ മൺചട്ടി വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫെറോറോ റോഷർ വാങ്ങിച്ചൊരു ചെറിയ പാക്കറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒലീവ് ഓയിൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാൻ അതും ഒരു ചെറിയ ബോട്ടിലെടുത്തു. പിന്നെ ഞങ്ങൾ പച്ചക്കറി സെക്ഷനിലേക്കാണ് പോയത്. പിന്നെ അവിടെ ഇങ്ങനെ മീനൊക്കെ, നമ്മുടെ ഗപ്പി ടൈപ്പ് മീനുകളൊക്കെ, എനിക്കറിയത്തില്ല എന്തെന്ന് പേരുകൾ, അതൊക്കെ വാങ്ങിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം കാണുമ്പോൾ തന്നെ എനിക്ക് കണ്ണിന് ഭയങ്കര കുളിർമ, നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാനായിട്ട്. പലതരം നിറത്തിലുള്ള ക്യാപ്സിക്കം എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് എനിക്ക് കാന്താരി മുളകാണ്. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി തീർന്നിരിക്കുകയായിരുന്നു, അപ്പോൾ അതും വാങ്ങിച്ചു. പിന്നെ പല ടൈപ്പിലുള്ള മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ മാങ്ങയൊന്നും ഇപ്പം വാങ്ങിക്കാൻ തോന്നിയില്ല. അപ്പം കുറച്ച് പച്ചക്കറി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. പിന്നെ മെയിനായിട്ട് ഞാനിവിടെ വരുന്നത് വെള്ള നിറത്തിലുള്ള പാവയ്ക്ക ഇവിടെ കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അതില്ലായിരുന്നു, അത് വാങ്ങിക്കാനും. പിന്നെ കാന്താരി മുളക് ഇടുന്നത് കിട്ടും, അപ്പോൾ അത് ഞാൻ കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫുഡും വാങ്ങിച്ച് പിന്നെ തിരിച്ച് പ്രത്യേകിച്ച് പിന്നൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങളെല്ലാം നോക്കി. ഞാൻ ഹൈപ്പർ മാർക്കറ്റ് മൊത്തം അങ്ങോട്ട് ഇങ്ങ് വരെ ഇങ്ങനെ കണ്ട് നടക്കും. ഇത് ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ ലുലുവിൽ പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നോക്കിയില്ല. പിന്നെ എനിക്കൊരു ജീൻസ് മെയിനായിട്ട് ഒരു ജീൻസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെൻഡ്സിൽ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്താണ്. ഞങ്ങൾ വണ്ടിയിലും വരും, പക്ഷേ ഇന്ന് ഭയങ്കരമായ ബ്ലോക്ക് ഉണ്ടാവുമോ എന്ന് പേടിച്ചാണ് ഞങ്ങൾ വണ്ടി വരാഞ്ഞത്. പിന്നെ അത് നിർത്തി ഭയങ്കര പാടാണ്. വെയിലും കൂടെ ഉണ്ടെങ്കിൽ വണ്ടി വരാനും പറ്റും ഇവിടെ ഞങ്ങൾക്ക്. അങ്ങനെ ഒത്തിരി ദൂരമില്ല ലുലുവായിട്ട്. പിന്നെ ഞങ്ങൾക്ക് യൂബറൊക്കെ കിട്ടി. തിരിച്ചു പോകുമ്പോഴും ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നേരത്തെ ഞങ്ങൾ ചിലപ്പോഴൊക്കെ വണ്ടി വന്നിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ബ്ലോക്കിലൊക്കെ പെട്ട് കുറേ നേരമൊക്കെ ഇരുന്ന് പോയിട്ടുണ്ട്. ഇതൊരു മൻട്രി മോളോ അങ്ങനൊരു മോളാണ്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ എന്തോ ഫ്ലീ മാർക്കറ്റൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. അവിടെ ഭയങ്കര തിരക്കായിരുന്നു.
പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിങ്ങി പോന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിർത്തിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അപ്പം അവിടെ ചെന്നിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് വരും. കാരണം അല്ലെങ്കിൽ തിരിച്ചിങ്ങി ചിലപ്പം ബ്ലോക്കിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശന്ന് തളർന്നു. ഈ വഴി കുറേ ഗവൺമെൻറ് കാര്യങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ വരുന്ന വഴി. ഡയറി സയൻസ് കോളേജ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ ഏകദേശമൊക്കെ എത്താറായി. ഈ ബിൽഡിങ് ഞാനിപ്പോഴാണ് ഇങ്ങനെ ആ ഒരു ബ്രിഡ്ജ് കണ്ടു, ആ 2 ബിൽഡിങ്ങും കൂട്ടിമുട്ടി ഇരിക്കുന്നത്. കുറേ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന വഴിയാണ്, പക്ഷെ ഞാൻ ആ ബിൽഡിങ് അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അത് ഞാൻ എന്താ എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഹെബ്ബാലും പോയിട്ട് സഹാറ നഗറിലെത്തി. ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മോൾ ഓഫ് ഏഷ്യയാണ്, ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയാണ് ഞങ്ങളുടെ അടുത്ത ആ സിഗ്നലിൻ്റെ ഒന്ന് കുറച്ചങ്ങോട്ട് പോയാൽ ഒരു കിലോമീറ്ററേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കഴിച്ചു. ഞാൻ വാങ്ങിച്ചത് ഒരു ചിക്കൻ റോസ്റ്റ് വാങ്ങിച്ചു, ഒരു കടായി പനീർ വാങ്ങിച്ചു. അത് ഞാൻ അപ്പം പൊട്ടിച്ചില്ല, രാത്രിയിലത്തേക്കാണ് എടുത്തത്. പിന്നെ ഒരു ചിക്കൻ റോസ്റ്റ് വാങ്ങിച്ചു. പിന്നെ ശ്രീഹരിക്കാണ് ഈ ബിരിയാണി. ശ്രീഹരി ഭയങ്കര ബിരിയാണി ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ശ്രീഹരിക്ക് ബിരിയാണി. എനിക്ക് ഈ ചപ്പാത്തി ആയിരുന്നു, വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചൂടാക്കി കഴിച്ചു ചപ്പാത്തി. ചിക്കൻ റോസ്റ്റ് കൊള്ളായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ജീൻസ് എടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങളങ്ങ് സ്റ്റുഡിയോയിൽ പോയി ആ ജീൻസ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ജീൻസ് എല്ലാം ലൂസായി, എനിക്കൊന്നും പറ്റുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഓൾട്ടർ ചെയ്യുന്ന അടുത്തൊന്നും കാണുന്നുമില്ല. അതുകൊണ്ട് ഒരു ജീൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ അടുത്തൊരു സ്റ്റുഡിയോ ഉണ്ട്. അത് ഇച്ചിരി വലിയ സ്റ്റുഡിയോയാണ്, നല്ല സ്റ്റുഡിയോയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സ്റ്റുഡിയോയിൽ പോയി. അവിടെ കുറേ ഇപ്പോൾ കുറച്ച് നല്ല കുർത്താസൊക്കെ വന്നിട്ടുണ്ട് സ്റ്റുഡിയോയിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചതാണ്. അപ്പം അങ്ങനെ ഞാനൊരു ജീൻസും പിന്നെ ഒരു ടോപ്പും എടുത്തു. ടോപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വെറ്റ് ഷർട്ട് പോലത്തെ ഒരു സംഭവം കൂടെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങി പോന്ന്. നിങ്ങൾ ഒരു പന്നിയെ കണ്ടോ? ഒരു വലിയ പന്നി അങ്ങോട്ട് പോയപ്പം കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ആ വേസ്റ്റ് തിന്നുന്നതായിരിക്കും വലിയൊരു പന്നി വരുന്നത്. തിരിച്ച് വന്നപ്പോൾ അത് എണീറ്റ് നിന്നില്ല, അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങി പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു സൺഡേ ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയൊക്കെ എല്ലാ വീക്കെൻഡും ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങനെയൊക്കെ അങ്ങ് തീരും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.